തുള്ളി വിഷത്തിന് 87 കോടി രൂപ. തെറ്റിദ്ധരിക്കരുത്, ഇത് പാമ്പിന്റെ വിഷമല്ല, പിന്നെ ആരുടേതാണെന്നല്ലേ? സാക്ഷാൽ തേളിന്റെ വിഷത്തിനാണ് ഇത്രയും വില വരുന്നത്. ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങൾക്ക് വരെ പ്രതിവിധിയാകാനുള്ള ശേഷിയുള്ളതാണത്രേ ഈ തേളിന്റെ വിഷം എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ദ്രാവകം ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? അത് മദ്യമോ അമൃതോ ഒന്നുമല്ല, വിഷം തന്നെയാണ്. അതെ, കൊടും വിഷം തന്നെ. തേളിന്റെ വിഷത്തിനാണ് ഇന്ന് ലോകത്ത് ഏറ്റവും വിലയുള്ള ദ്രാവകം എന്ന പേര് ലഭിച്ചിരിക്കുന്നത്. ഡെത്ത് സ്റ്റോക്കർ സ്കോർപിയൻ എന്ന ഇനം തേളിന്റെ വിഷത്തിന് ഇന്ന് കോടികളാണ് വില വരുന്നത്. 1 ലിറ്റർ ഡെത്ത് സ്റ്റോക്കർ സ്കോർപിയന്റെ വിഷം വേണമെങ്കിൽ 87 കോടിയോളം ഇന്ത്യൻ രൂപ വേണമെന്നാണ് പറയപ്പെടുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ അത്രയും രൂപയുണ്ട് എന്ന് തന്നെ ഇരിക്കട്ടെ, എങ്കിലും അത്രയും അളവിൽ തേളിന്റെ വിഷം വാങ്ങാനും കിട്ടില്ല എന്നതാണ് മറ്റൊരു കാര്യം. ഈ സാധനത്തിന്റെ ലഭ്യത കുറവ് തന്നെയാണ് അതിന് ഇത്രയും രൂപ വരാനും കാര്യം. 10,000 രൂപയ്ക്ക് ഒരു പഞ്ചസാര തരിയോളം വലിപ്പമുള്ള തേളിൻ വിഷം മാത്രമേ നമുക്ക് വാങ്ങാൻ കഴിയൂ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ വിഷത്തിന് ഇത്രയേറെ വില വരുന്നത് എന്ന് ചോദിച്ചാൽ, ആരോഗ്യ മേഖലയിലെ നിർണായക ഗവേഷണങ്ങൾക്കാണ് ഇത് പ്രധാനമായി ഉപയോഗിക്കുന്നത് എന്നതാണ് ഉത്തരം. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളെ പ്രതിരോധിക്കാനും വേദന സംഹാരികൾക്കും മറ്റുമായാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. ഇത്രയും പ്രധാനപ്പെട്ട ഈ വിഷം ശേഖരിക്കാനുള്ള റിസ്ക് കൂടി ചേരുന്നതോടെയാണ് തേളിൻ വിഷത്തിന് ഇത്രയേറെ വില വരുന്നത്. ആർത്രോപോഡ ഫൈലത്തിൽ അരിക്നിഡ വർഗത്തിലെ സ്കോർപിയോനിഡ ഗോത്രത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ് തേൾ എന്ന് പറയുന്നത്. 8 കാലുള്ള ചിറകില്ലാത്ത തേളിന്റെ വാലറ്റത്തുള്ള സഞ്ചിയിലാണ് വിഷം ശേഖരിച്ചു വെച്ചിരിക്കുന്നത്. പരിണാമക്രിയയിൽ ഏറ്റവും കുറവ് മാറ്റങ്ങൾക്ക് വിധേയരായ ഒരു ജീവിവർഗം കൂടിയാണ് തേളെന്ന് ഗവേഷകർ പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇവയെ ജീവിക്കുന്ന ഫോസിൽ എന്നും വിളിക്കാറുണ്ട്. തേളുകളുടെ പൂർവികർ ഏതാണ്ട് 45 കോടി വർഷങ്ങൾക്ക് മുൻപ് കടലിലാണ് ജീവിച്ചിരുന്നത് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ തേളുകൾ കരയിൽ തന്നെയാണ് ജീവിച്ചിരുന്നത് എന്നും ഒഴുക്കിൽപ്പെട്ട് കടലിൽ എത്തിയതാണ് എന്നുമാണ് മറ്റൊരു വാദം എന്ന് പറയുന്നത്. അന്റാർട്ടിക്ക ഒഴികെ എല്ലായിടങ്ങളിലും തേളുകളെ നമുക്ക് കാണാൻ സാധിക്കും. ഉയരമുള്ള പർവ്വതങ്ങളിലും 1 കിലോമീറ്റർ ഭൂമിക്കടിയിലുള്ള ഗുഹകളിലും കടൽ തീരത്തുമെല്ലാം തേളുകളുടെ വിഹാര കേന്ദ്രങ്ങളാണെന്നാണ് പറയുന്നത്. രാത്രി കാലങ്ങളിലാണ് തേളുകൾ ഇടതേടാൻ ഇറങ്ങുന്നത്. ചെറുപ്രാണികളും ചിലന്തികളുമാണ് ഇവയുടെ മുഖ്യ ആഹാരം എന്ന് പറയുന്നത്. ഇവ ഉപാംഗങ്ങളായ പാദസ്പർശി കൊണ്ട് ഇരയെ പിടിച്ചെടുത്ത് വിഷം കുത്തിവെച്ച് കൊന്ന ശേഷം ദംഷ്ട്രകൾ കൊണ്ട് ഭദ്രമായി പിടിച്ച് പാദസ്പർശികളുടെ സഹായത്തോടെ കീറി ഇരയുടെ കോശദ്രവം ഊറ്റി കുടിക്കുന്നു എന്നാണ് പറയുന്നത്. ശരീരത്തിന്റെ മുൻവശത്തേക്ക് വായ കീഴ്ഭാഗത്തേക്കായി തുറന്നിരിക്കുന്നു. ഈ തേളിന്റെ കടി കിട്ടുക എന്ന് പറഞ്ഞാൽ അല്പം പ്രശ്നമാണ് എന്നുകൂടി പറയട്ടെ. ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി മുള്ളാണ് ഇവ പ്രയോജനപ്പെടുത്തുന്നത്. തേൾ കടിക്കുന്ന ഭാഗത്ത് വേദനയും തടിപ്പും നിറം മാറ്റവും ഉണ്ടാകുമെന്ന് പറയപ്പെടുന്നു. മരണഹേതുവാകത്തക്ക വിഷമുള്ള തേളിനങ്ങൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. കാര്യം ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവയുടെ വിഷത്തിന്റെ വാണിജ്യ സാധ്യതകൾ മനസ്സിലാക്കി അതിനെ വിൽക്കുന്നവരും ധാരാളമാണ് നമ്മുടെ നാട്ടിൽ. കോടിക്കണക്കിന് വില വരുന്ന ഈ തേൾ വിഷത്തിന് ആവശ്യക്കാരും ഏറെയുണ്ട് എന്നതാണ് മറ്റു കാര്യം. എന്തുകൊണ്ടായിരിക്കും ഇതിന് ഇത്ര വില എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ ആർക്കാണ് ഈ വിഷം ആവശ്യം എന്നല്ലേ? ഇനി പറയുന്നത് അതിനെക്കുറിച്ച് തന്നെയാണ്. ഈ വിഷത്തിന്റെ അപൂർവതയും അത് ശേഖരിക്കാനുള്ള ബുദ്ധിമുട്ടുമാണ് ഇതിന്റെ മൂല്യവർദ്ധനവിന്റെ പ്രധാന കാരണമായി പറയപ്പെടുന്നത്. സത്യത്തിൽ തേളുകൾ കുറച്ചു മാത്രം വിഷമേ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ എന്നതാണ് സത്യം. ഈ ജീവികളെ ഉപദ്രവിക്കാതെ അത് എടുക്കുകയും വേണമെന്നതാണ് മറ്റൊരു കാര്യം. ഈ പ്രക്രിയയാണ് തേൾ വിഷത്തിന് വില കൂട്ടുന്നത്. അത്ര എളുപ്പത്തിൽ തേളിന്റെ വിഷം കരസ്ഥമാക്കാൻ നടക്കില്ല. തേൾ വിഷത്തിൽ അടങ്ങിയിരിക്കുന്ന അപൂർവമായ പ്രോട്ടീനുകളും പെപ്പറ്റൈഡുകളും വൈദ്യശാസ്ത്ര രംഗത്ത് ആവശ്യക്കാർ ഏറെയാണ് എന്നതാണ്. വൈദ്യശാസ്ത്ര രംഗത്തെ ഇതിന്റെ വലിയ സാധ്യതകൾ മനസ്സിലാക്കിയാണ് തേൾ വിഷം എടുക്കാൻ മനുഷ്യർ മുതിർന്നു തുടങ്ങിയത്. ഇതിനു പുറമെ സൗന്ദര്യ വസ്തുക്കളുടെ ഉൽപാദന രംഗത്തും തേൾ വിഷം വിലമതിക്കപ്പെടുന്നുണ്ട്. തേളുകളെ ഒട്ടും വേദനിപ്പിക്കാതെ തേളുകളുടെ ശരീരത്തിൽ നിന്ന് എങ്ങനെ ഇത് ഉൽപ്പാദിപ്പിക്കാം എന്ന സംശയം വരാൻ സാധ്യതയുണ്ട്. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. തേളുകളുടെ ശരീരത്തിൽ മെഷീനുകൾ ഉപയോഗിച്ച് ചെറുതായി സമ്മർദ്ദം കൊടുത്തോ അല്ലെങ്കിൽ ഇലക്ട്രിക് ഷോക്കുകൾ നൽകിയുമാണ് തേൾ വിഷം ശേഖരിക്കപ്പെടുന്നത്. വളരെ ശ്രദ്ധാപൂർവം വിഷം ശേഖരിച്ച ശേഷം ഇത് സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യാറുള്ളത്. തേൾ വിഷത്തിന്റെ മൂല്യം മനസ്സിലാക്കി തേൾ കൃഷി നടത്തുന്നവരും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ധാരാളമായിട്ടുണ്ട്. തുർക്കിയിൽ ഒറല്ലർ എന്ന വ്യക്തി തേളുകൾക്കായി ഒരു ഫാം തന്നെ നടത്തുന്നുണ്ട്. ഇത് ലോകശ്രദ്ധ നേടിയ സംഭവവുമാണ്. 20,000-ലധികം തേളുകളാണ് ഇദ്ദേഹത്തിന്റെ ഫാമിൽ കഴിയുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തിൽ പെടുന്ന തേളുകളാണ് ഇക്കൂട്ടത്തിലുള്ളത്. ഇക്കൂട്ടത്തിൽ ഏറ്റവും വിലയുള്ള വിഷം എന്ന് പറയുന്നത് ഡെത്ത് സ്റ്റോക്കർ സ്കോർപിയൻ എന്ന തേളിൻ്റേത് തന്നെയാണ്. വടക്കേ അമേരിക്കയിലും മധ്യപൂർവ്വ പ്രദേശങ്ങളിലും താർ മരുഭൂമിയിലും മധ്യ ഏഷ്യയിലും ഒക്കെ കാണപ്പെടുന്ന ഈ തേൾ വർഗം ലോകത്തെ തന്നെ ഏറ്റവും അപകടകാരിയായ തേളുകളിൽ ഒന്നാണ്.